ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ആക്റ്റീവ സ്കൂട്ടിയുടെ കിക്കർ ചവിട്ടുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എൻജിൻ്റെ ക്രാങ്കിനെ പിടിച്ച് കറക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്, അറിയുന്നവർക്കല്ല. ഇതാണ് ആക്റ്റീവയുടെ ക്രാങ്ക് ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം. ക്രാങ്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു വലിയ ഗിയർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കിക്കർ റാച്ചറ്റ് കണക്റ്റായി കറങ്ങുന്നൊരു ഗിയർ കൂടിയുണ്ട്. ഇതാ കുറച്ച് പല്ലുകൾ കാണാം. ആ നട്ടിന് മുൻഭാഗത്തായിട്ട് ഉറപ്പിച്ചിരിക്കുന്ന കിക്കർ റാച്ചറ്റിൻ്റെ മുകളിൽ കുറച്ച് പല്ലുകൾ കാണാം. അതുപോലെ ക്ലച്ച് കേസിൻ്റെ മുകളിലും ഒരു കിക്കർ ഷാഫ്റ്റോട് കൂടിയിട്ടൊരു ഗിയറും ഒരു പിനിയൻ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗിയറും കൂടി ഉണ്ടാവും. അപ്പോൾ കിക്കർ അമർത്തുന്ന സമയത്ത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ നമ്മൾ കിക്കർ താഴേക്ക് ചവിട്ടുന്ന സമയത്ത് ആ കിക്കർ ഷാഫ്റ്റ് ഉറപ്പിച്ചിരിക്കുന്ന ഗിയർ ഈ പിനിയൻ ഗിയറിനെ കറക്കുന്നു. അപ്പോൾ ആ പിനിയൻ ഗിയർ കറക്കത്തോടുകൂടി തന്നെ മുന്നോട്ട് തള്ളുകയും കറങ്ങുകയും ചെയ്യുന്നു. ഇതാ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്ന് കറങ്ങുന്ന ഈ കിക്കർ റാച്ചറ്റ് എൻജിൻ്റെ ക്രാങ്കിൻ്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഇതേ ഷേപ്പിലുള്ള നട്ടുമായിട്ട് കണക്റ്റായി ഒരുമിച്ച് കറങ്ങി എൻജിൻ ക്രാങ്കിനെ പിടിച്ച് കറക്കുകയും ചെയ്യുന്നു. ഇത് കിക്കർ സ്പ്രിങ്ങിൻ്റെ മുകളിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. അത് കാരണം കിക്കർ ചവിട്ടുന്ന സമയത്ത് മാത്രമേ അത് മുന്നോട്ട് തള്ളി വരികയുള്ളൂ. കാലെടുത്ത് കഴിഞ്ഞാൽ അത് പുറകോട്ട് തിരിച്ചു പോകും, സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കാരണം. ഇതാ പിനിയൻ ഗിയർ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇതുപോലെ തള്ളി വരികയാണ് ചെയ്യുന്നത്. തള്ളി വരികയും കറങ്ങുകയും ചെയ്യുന്നു. ഇതാ ഈ ഒരു പല്ലുകളാണ് ക്രാങ്കിൻ്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന പല്ലുമായിട്ട് മെഷായി ഒരുമിച്ച് കറങ്ങുന്നത്. എൻജിൻ സ്റ്റാർട്ടാക്കാൻ വേണ്ടി എൻജിൻ്റെ ക്രാങ്കിനെയാണ് പിടിച്ച് കറക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. സ്റ്റാർട്ടിംഗ് മോട്ടറാണേലും എൻജിൻ്റെ ക്രാങ്കിനെയാണ് കറക്കുന്നത്. അതൊരു ബെൻഡെക്സ് വഴിയാണ് കറക്കുന്നത്. ഇതാണ് ഒരു ആക്റ്റീവയുടെ ബെൻഡെക്സ്. ഇതിൻ്റെ ഇടതുഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്ന ചെറിയ ഗിയർ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഷാഫ്റ്റിലുള്ള പല്ലുമായിട്ട് ഫുൾ ടൈം മെഷായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടർ കറങ്ങുന്ന സമയത്ത് ഈ ബെൻഡെക്സിൻ്റെ ഈ പല്ലുകൾ കറങ്ങി ഈ വലതുഭാഗത്ത് കാണുന്ന വലിയ ഗിയറിനെ മുന്നോട്ട് തള്ളുകയും കറങ്ങുകയും ചെയ്യുന്നു. സെൽഫ് ബട്ടൺ അമർത്തുന്ന സമയത്ത് ഈ ഗിയർ ഇങ്ങോട്ട് തള്ളി വരുന്നു, ബെൻഡെക്സിൻ്റെ ഗിയർ. എന്നിട്ട് ക്രാങ്കിൻ്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ആ വലിയ ഗിയറുമായിട്ട് മെഷായി ഒരുമിച്ച് കറങ്ങി ക്രാങ്കിനെ കറക്കി എൻജിൻ സ്റ്റാർട്ടാക്കുന്നു. ഈ വലിയ ഗിയർ ഇത് ക്ലച്ച് കേസിൻ്റെ മുകളിലാണ് ഈ ബെൻഡെക്സ് ഉറപ്പിച്ചിട്ടുണ്ടാവുക. ക്ലച്ചിൻ്റെ സൈഡ് കേസിൻ്റെ മുകളിൽ, എൻജിൻ കേസിൻ്റെ മുകളിൽ. അതായത് കാണിച്ചു തരാം. ഇത് സ്റ്റാർട്ടിംഗ് മോട്ടർ കറങ്ങാത്ത അവസ്ഥയിൽ ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഉണ്ടാവുക എന്ന് കാണാം. ഈ ഗിയറുമായിട്ട് ബെൻഡെക്സിൻ്റെ ഗിയർ സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്കാകാത്ത സമയത്ത് മുട്ടിയിരിക്കില്ല. സ്റ്റാർട്ടിംഗ് മോട്ടർ കറങ്ങുന്ന സമയത്ത് ഈ ബെൻഡെക്സിൻ്റെ ഗിയർ മുന്നോട്ട് തള്ളി വന്ന് ഈ ഗിയറുമായി കണക്റ്റായി ഒരുമിച്ച് കറങ്ങുന്നു. അങ്ങനെയാണ് എൻജിൻ സ്റ്റാർട്ടാവുന്നത്. ഈ ഗിയർ മുന്നോട്ട് തള്ളി വന്ന് ഈ ഗിയറുമായിട്ട് മെഷായി ക്രാങ്കിനെ പിടിച്ച് കറക്കുന്നു, ക്രാങ്ക് ഷാഫ്റ്റിനെ പിടിച്ച് കറക്കുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ടാവുന്നത്. ഇതിൻ്റെ ക്ലച്ച് പുള്ളി വർക്കാവുന്നത് കണ്ടോ. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. സ്വന്തമായി വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.